തീപിടിച്ചവരിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. കാസർഗോഡ് ജില്ലയിൽ പാലാവയൽ ദേശത്ത് 10-30 വർഷങ്ങൾക്കൊക്കെ മുമ്പ് പാർട്ടിക്ക് വേണ്ടി ഒരു കൊട്ടേഷൻ ഗുണ്ടാ സംഘത്തിൻ്റെ നേതാവായി നിന്നുകൊണ്ട് ശരിക്കും ഗുണ്ടായിസം തന്നെ പ്രവർത്തിച്ച് ജീവിതത്തിൻ്റെ നല്ല കാലം ഒരു 10-26 വയസ്സ് വരെയുള്ള കാലഘട്ടം കൂലിത്തല്ലും ഗുണ്ടായിസവുമൊക്കെ ആയിട്ട് ജീവിച്ച സിബി ഓലിക്കൽ കർത്താവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അന്നു മുതൽ ജീവിതം യേശുവിനായി സമർപ്പിച്ചു. സുവിശേഷ പ്രഘോഷണത്തിനായി തൻ്റെ ജീവിതത്തെ മുഴുവനായി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ കർത്താവ് ജീവിതത്തിൽ ചെയ്ത വൻ കാര്യങ്ങൾ, തൻ്റെ ജീവിതത്തിലൂടെ ദൈവം ചെയ്ത വലിയ വീര്യപ്രവർത്തികൾ അദ്ദേഹം നമ്മളോട് ഇന്ന് പങ്കുവയ്ക്കുകയാണ്. ബ്രദറെ, സ്വാഗതം. സ്വീകരിക്കട്ടെ. ഈ പാർട്ടി പ്രവർത്തനവുമായിട്ട് വളരെ ചെറുപ്പം മുതലേ ആകർഷിക്കപ്പെട്ട് അതേത് കാലഘട്ടത്തിലായിരുന്നു ആ പാർട്ടി പ്രവർത്തനം തുടങ്ങിയത്? പാർട്ടി പ്രവർത്തനം എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ചാച്ചനൊക്കെ പാർട്ടിയിലായിരുന്നതിൻ്റെ പേരിൽ പാർട്ടി പ്രവർത്തനം ഉണ്ട്. അതിനോട് ചേർന്നിട്ട് പാർട്ടി പ്രവർത്തിച്ച് തുടങ്ങിയതാണ്. സാധാരണ ഈ നമ്മുടെ ഈ തീപിടിച്ചവരിൽ തന്നെ ഒത്തിരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധമുണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകർ അവർ പിന്നെ കർത്താവിനെ കണ്ടുമുട്ടി തീക്ഷ്ണമായ അനുഭവത്തിലേക്ക് കടന്നു പോകുന്ന വലിയ സുവിശേഷ പ്രവർത്തകരൊക്കെ ആയി മാറിയ ധാരാളം പേര് നമ്മുടെ ഈ തീപിടിച്ചവരിൽ തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ കോൺഗ്രസ്സുകാർ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിരുന്നു. ഇപ്പം അങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരാളെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ചെറുപ്പം മുതലേ ഈ കുടുംബക്കാരെല്ലാം കോൺഗ്രസ്സുകാരായിരുന്നതുകൊണ്ട് അങ്ങനെ കോൺഗ്രസ് പ്രസ്ഥാനത്തോടുള്ള ആ സ്നേഹം കൊണ്ടാണോ പാർട്ടി പ്രവർത്തനമൊക്കെ തുടങ്ങിയത്? അതെ 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 പാർട്ടി എനിക്ക് ഇഷ്ടമായിരുന്നു, കോൺഗ്രസിന് ഇഷ്ടമായിരുന്നു. ചാച്ചനും സഹോദരങ്ങളൊക്കെ അതിനകത്തായിരുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ ഒരു ദോഷമില്ലാത്ത രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ പ്രവർത്തനം CPM-നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ നമുക്ക് പേടിയായിരുന്നു. അന്നത്തെ കാലത്ത് ഈ വെട്ടും കുത്തും കൊല എന്നൊക്കെ പറഞ്ഞിട്ട് പേടിയായിരുന്നു. അപ്പം സജീവമായിട്ട് കോൺഗ്രസിൽ തന്നെ ചാച്ചനോടൊക്കെ ചേർന്ന് ചെറുപ്പം മുതലേ പ്രവർത്തനം ആരംഭിച്ചതാണ്. അപ്പൊ കാസർഗോഡും കണ്ണൂരും ഒക്കെ CPM-നെ പ്രതിരോധിക്കാനായിട്ട് നിങ്ങൾക്കൊരു സംഘത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു ഗുണ്ടാസംഘമൊക്കെ രൂപീകരിക്കപ്പെട്ടു വന്നത്? പ്രതിരോധിക്കാനെന്ന് പറയത്തില്ല, എന്നാൽ അതൊരു പ്രതിരോധമാണ് താനും. ഞാൻ അങ്ങനെയാണ് രൂപപ്പെട്ട്, അങ്ങനെയെന്ന് പറയത്തില്ല, അങ്ങനെ രൂപപ്പെട്ടു വന്നു. പാർട്ടിക്ക് ഇത് ആവശ്യമാണ്, കോൺഗ്രസിനും അങ്ങനെ ആവശ്യമുണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴാണ് ആ റൂട്ടിൽ കൂടെ അങ്ങോട്ട് തിരിഞ്ഞ് വന്നത്. ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ പാർട്ടി പ്രവർത്തനമായിരുന്നോ? തീർച്ചയായിട്ടും പാർട്ടിക്കാരനായിരുന്നു. പിന്നെ എങ്ങനെ ഇതിൽ നിന്ന് ഈ പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ ഗുണ്ടായുസത്തിൽ നിന്ന് ഒന്നും മാറി നിൽക്കണമെന്നുള്ള തോന്നൽ വന്ന എങ്ങനെയാ? ഗുണ്ടായുസത്തിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് മാറി നിൽക്കണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ അടിയും പിടിയും പാർട്ടി ഗുണ്ടായുസവും അല്ലാത്ത ഗുണ്ടായുസവും കൊട്ടേഷൻ കാര്യങ്ങളൊക്കെ ജീവിതത്തിലേ ഉണ്ടായിരുന്നു. ഒരിക്കൽ നാട് വിട്ടു പോകേണ്ടി വന്നു. വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 6ാം ക്ലാസ്സിൽ നിന്ന് അമ്മയുടെ പൈസയൊക്കെ എടുത്ത് വേറെ കൂട്ടുകാരനെ കൂട്ടി നാട് വിട്ടു. എന്നിട്ട് തിരിച്ച് ഞങ്ങളെ കണ്ടുപിടിച്ച് തിരിച്ചിങ്ങോട്ട് കൂട്ടിക്കൊണ്ടൊക്കെ വന്നു. അതൊരു പണ്ടൊരു കാലഘട്ടത്തിൽ ഈ ചെറിയ പിള്ളേരുടെയൊക്കെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകുന്നത്. ഇപ്പം അങ്ങനെ അത്രയധികം കാണുന്നില്ല. ഇപ്പം അല്ലേ ഈ കഞ്ചാവടി അല്ലെ മയക്കുമരുന്നടിയൊക്കെ ആ രീതിയിലാണ് പിള്ളേർ. അപ്പോൾ പണ്ട് ഒരു കാലഘട്ടത്തിൽ ഈ പിള്ളേരിങ്ങനെ ഒളിച്ചു പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ലോ. അപ്പം അങ്ങനെ വീട്ടിൽ എന്തെങ്കിലും വഴക്കുണ്ടാക്കി ഒളിച്ചു പോയതാണോ? ഒന്നുമല്ല. ഈ നാട് വിട്ട് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടും, സമ്പത്തുണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പണ്ട് കള്ളക്കടത്തടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനോട്ടുള്ള ഒരു ആകർഷണമൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കണമെന്നൊരു ചിന്ത. അപ്പോൾ നാട് വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ടും കൂടെയൊക്കെയാണ് നാട് വിട്ടത്. പക്ഷെ ഇന്ന് നാട് പിള്ളേർ വിടാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേർ പേടിച്ചിട്ടാണ്. ഇന്ന് ഏതെങ്കിലും പിള്ളേർ നാട് വിട്ട് ഏതെങ്കിലും സ്ഥലത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവരുടെ കിഡ്നി അടക്കം എടുക്കുക, അവയവങ്ങൾക്ക് ഇന്ന് വിലയുള്ളതിൻ്റെ പേരിൽ പിള്ളേർ ഇതൊക്കെ അറിയാവുന്ന രീതിയിൽ പേടിച്ചിട്ട് പിള്ളേരിന്ന് നാട് വിടുന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ തീവ്രവാദത്തിന് വേണ്ടി പിള്ളേരെ എങ്ങനെയും കണ്ടുകിട്ടി കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്ന അവസ്ഥകൾ ഇന്ന് എല്ലാവരുടെ ഇടയിലുള്ളത് കൊണ്ട് പിള്ളേർ ഇന്ന് അധികം നാട് വിടുന്നില്ല. അതുകൊണ്ട് പേടിച്ചിട്ടാണ് പിള്ളേർ ഇന്ന് നാട് വിടാത്തത്. അന്ന് പിന്നെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. അന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. അന്ന് കിഡ്നി അങ്ങനത്തെ കേസ് കെട്ടൊന്നും ഇല്ലായിരുന്നു. നമ്മളൊരേ ലക്ഷ്യമുള്ളായിരുന്നു, പോയി ഏതെങ്കിലും സംഘത്തിലൊക്കെ പോയിട്ട് കുറെ പണം ഉണ്ടാക്കണം. പണമായിരുന്നു ഒരു പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിൽ. ചില സിനിമകളൊക്കെ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. മോഹൻലാലിന്റെയൊക്കെ ചില സിനിമകളൊക്കെ ചെറുപ്പത്തിൽ വീട്ടിലെ ദാരിദ്ര്യം കണ്ട് അല്ലെങ്കിൽ കഷ്ടപ്പാട് കണ്ട് നാട് വിട്ടു പോകുന്നു, പിന്നെ വലിയ സമ്പന്നനായിട്ട് തിരിച്ചു വരുന്നു. അപ്പൊ അങ്ങനെയുള്ള സിനിമകളൊക്കെ പ്രചോദനം കിട്ടിയിട്ടുണ്ടാവും. ഒരുപാട് സിനിമയാണ് പ്രചോദനം കിട്ടിയത് മുഴുവൻ. ഇങ്ങനെ പോകാനും പൈസ ഉണ്ടാക്കാനും ഈ സിനിമ നടന്മാരെയൊക്കെ പോലെയൊക്കെ നല്ല സെറ്റപ്പ് ജീവിക്കണം എന്നുള്ള ഈ സിനിമ തന്നെയാണ് പ്രചോദനം തന്നത്. അപ്പോൾ വീട്ടിൽ നിന്നുള്ള പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു? ഈ 6ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കുമ്പോൾ നാട് വിട്ടുപോയി, പിന്നെ കൂട്ടിക്കൊണ്ടു വന്നവർ വന്ന്
അപ്പോൾ ആ സമയത്ത് വീട്ടിൽ നിന്ന് എന്തായിരുന്നു പ്രതികരണമൊക്കെ? അല്ല, അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. തിരിച്ച് കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ ഭയങ്കര സന്തോഷം, സ്നേഹമായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് അവിടെ അങ്ങ് നിൽക്കാൻ പറ്റിയില്ല വീട്ടില്. വീണ്ടും അധികം താമസിക്കാതെ വീണ്ടും അടുത്ത ട്രിപ്പ് പിന്നെ അടുത്ത ട്രിപ്പ് പിന്നെയും പോയി. ആ തവണ വീട്ടുകാർ പോയി. പക്ഷെ അത് പോകാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം കൂടെ ഉണ്ടായിരുന്നു. അതെ, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ് ടീച്ചർ ഇല്ലായിരുന്നു. പിള്ളേരെല്ലാം കിടന്ന് വർത്താനമായിരുന്നു. ഈ വർത്താനം പറയുന്ന സമയത്ത് മറ്റൊരു ക്ലാസ്സിൽ നിന്ന് സാറ് വന്നിട്ട് അവിടെ ലീഡറോട് പറഞ്ഞു, വർത്താനം പറയുന്നവരെ എൻ്റെ ക്ലാസ്സിലേക്ക് പറഞ്ഞു വിട്ടേക്കെന്ന് പറഞ്ഞു. ആ സാർ ആ ക്ലാസ്സിൽ എത്തുന്നതിന് മുമ്പേ എന്നെ പറഞ്ഞു വിട്ടത്. ഞാൻ ആ ക്ലാസ്സിൽ ചെന്ന് ഈ ഉച്ചപ്രാർത്ഥനയുടെ സമയത്ത് ആരോ വർത്താനം പറഞ്ഞ ക്ലാസ്സിൽ നിന്ന്, ഞാനല്ല, ഇപ്പോഴും ഞാനല്ല, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. അതെന്തറിയാം, ഞാനാണെന്നും പറഞ്ഞ് സാർ എന്ത് ചെയ്തു, ആ മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട്, അന്ന് വള്ളിച്ചൂരിൽ സാർമാർ ഉപയോഗിക്കുന്ന കാലം, എന്നെ പിടിച്ച് കുറേ അടിയങ്ങടിച്ച് തുടക്കിയിട്ട് പൊട്ടിച്ചോര എഴുതുന്നുള്ള. എനിക്ക് ഭയങ്കര സങ്കടവും വിഷമമായി. കാരണം വേറെ ക്ലാസ്സിൽ കൊണ്ട് വേറെ കുട്ടികളുടെ മുമ്പിൽ നിന്നുള്ള അടി എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തന്നെയാണ്, വൈകുന്നേരമാണ് ഞാൻ നാട് വിടുന്ന ഒരു വേറെ കുട്ടികളുണ്ട്. ഈ അന്നത്തെ കാലത്ത് അധ്യാപകരുടെ ഒക്കെ ബോധം അത്ര ഉണ്ടായിരുന്നു അല്ലേ? എല്ലാവരും അല്ല എങ്കിൽ പോലും ഇതുപോലെയുള്ള ചില. അല്ല, ഞാനൊരു കുരുത്തക്കേടുകാരനായിരുന്നു. പക്ഷെ ഇത്രത്തോളം ശിക്ഷിക്കാൻ ഞാൻ ആ സമയത്ത് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. മറ്റുള്ള മുമ്പിൽ നിന്ന് വെച്ചിട്ടുള്ള അടി എനിക്ക് താങ്ങാൻ പറ്റില്ല, സഹിക്കാൻ പറ്റിയില്ല. പിന്നെ ആ സ്കൂളിലേക്ക് പോകാൻ പോലും എനിക്ക് എന്തില്ല, അങ്ങനെ നാട് വിട്ടു. അത് കഴിഞ്ഞ് വന്നു പിന്നെ തുടർന്ന് പഠിക്കാൻ വീട്ടുകാരെ നിർബന്ധിച്ചില്ലേ? ഇല്ല, വീട്ടുകാരെ നിർബന്ധിച്ചില്ല. കാരണം അന്നൊക്കെ കുറച്ച് ദാരിദ്ര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അത്യാവശ്യ സമ്പത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ വരുമാനം കൂടിയൊക്കെ ആയിരുന്നു. പെട്ടെന്ന് കൂടി ഇച്ചിരി ദാരിദ്ര്യത്തിലേക്കൊക്കെ കടന്നു പോകുന്നു. അന്ന് വല്യപ്പം കാരണവരായിട്ട് അന്നത്തെ കാലത്ത് ഒരു 50 വർഷം മുമ്പ് 10 ഏക്കർ സ്ഥലം എടുത്തതാണ്. അപ്പം മോശമില്ലാത്തൊരു സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ആദായം ഇതായിരുന്നുണ്ട്. കുടിയൊക്കെ പോയപ്പോൾ തന്നെ ആദായമൊക്കെ അങ്ങ് പോയി. പിന്നെ ഒരു പഠനത്തേക്ക് മാതാപിതാക്കൾക്ക് അത്ര പ്രാധാന്യം ഞങ്ങൾക്ക് തന്നില്ല. പഠിക്കണം, പഠിച്ചു കയറിയ ഒരു ജോലി, അതേക്കുറിച്ചൊരു ചിന്ത പോലും ഇല്ലായിരുന്നു. പിന്നെ ആ വഴിക്ക് അങ്ങനെ അവരും സ്വാഭാവികമായിട്ട് സാധാരണക്കാരായ കർഷകരൊക്കെ ആയിരുന്നു. അത്രയൊക്കെ അവർക്കും ചിന്തിക്കാൻ പറ്റിയിരുന്നുള്ളൂ. അത്രേ ഉള്ളൂ. ഞങ്ങളെ പോറ്റാൻ വേണ്ടി ഒരുപാട് അവർ കഷ്ടപ്പെടുകയായിരുന്നു. പശുവിനെയും വെള്ളത്തിൽ കപ്പ ഇട്ടിട്ട് വളരെ ഞങ്ങൾ. അപ്പൊ പഠനത്തെ അവരുടെ മനസ്സിൽ പോലും ഇല്ല തോന്നേ. പഠിക്കണം, പഠിച്ചുയരണം, വിദ്യാഭ്യാസം വേണമെന്നൊന്നും മാതാപിതാക്കൾ പറഞ്ഞു തന്നിട്ടില്ല. അവിടെ അറിവില്ലായ്മയോ എന്തോ. കൃഷി കൊണ്ടൊക്കെ ജീവിക്കാമെന്നുള്ള ഒരു കണക്കൂട്ടലായിരുന്നിരിക്കണം. തീർച്ചയായിട്ടും അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഈ കൗമാരത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേ, ഇപ്പൊ പഠിക്കേണ്ട സമയമാണല്ലോ, ഒരു 16, 17 അല്ല 20 ആ പ്രായമൊക്കെ. അപ്പൊ ആ സമയത്തൊക്കെ എന്തായിരുന്നു ജോലിയൊക്കെ? ഞാൻ നാട് വിട്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നീട് സ്വന്തം നാട്ടിൽ നിൽക്കാതെ പിന്നെ ടൗണിൽ തന്നെയായിരുന്നു. കണ്ണൂർ തലശ്ശേരി ടൗണിൽ തന്നെയായിരുന്നു. അവിടെ ഈ പുതിയ സിനിമ വന്നു കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ടിക്കറ്റ് വിൽക്കും. അപ്പം ഞാൻ ആ ടൗണിൽ കയറി കുറേ പേരുമായിട്ട് ഭയങ്കര കണക്ഷനായി, ഭയങ്കര കമ്പനിയായി. ഇപ്പോൾ ഞങ്ങൾ ഒരു ടീമെല്ലാം കൂടെ ചെയ്യുന്ന പുതിയ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ഞങ്ങളവരെ ഭീഷണിയോടുകൂടെ അവരോട് സംസാരിച്ചിട്ട് കുറേ ടിക്കറ്റ് ഞങ്ങൾ വാങ്ങി നേരത്തെ വെക്കും പൈസ കൊടുത്തിട്ട്. അപ്പോൾ ടിക്കറ്റ് തീർന്നു കഴിയുമ്പോൾ പിന്നെ ആളുകൾ നമ്മളെ ബ്ലാക്ക് ടിക്കറ്റ് 10 രൂപ ടിക്കറ്റും 30 രൂപയ്ക്ക് ഞങ്ങൾ വിൽക്കും. അന്ന് 10 രൂപ ടിക്കറ്റ്, 5 രൂപ ടിക്കറ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ കുറേ കാലം അങ്ങനെ അങ്ങ് പോയി. പിന്നെ താമസമൊക്കെ എവിടെയായിരുന്നു ആ സമയത്ത്? താമസം അവിടെ ലോഡ്ജ് ആയിരുന്നു. മറ്റേ തലശ്ശേരി ലോഡ്ജുകൾ മാറി മാറി താമസിക്കുകയായിരുന്നു. അന്നൊന്നും വീട്ടുകാരും അത്ര അങ്ങോട്ട് ഇവൻ വീട്ടിൽ വന്നില്ലേലും ദിവസങ്ങളോളം കണ്ടില്ലേലും അത്ര ഒരു വലിയ പ്രശ്നമാക്കുമല്ലായിരുന്നു. അന്ന് പ്രശ്നമില്ലായിരുന്നു. കാരണം പിന്നീട് പോയി ആ നാട്ടിൽ കുറെ ആളൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു പോയി. അത് വീട്ടിൽ നിന്ന് ചാച്ചനൊക്കെ വന്ന് കണ്ട് മനസ്സിലാക്കി എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുന്നുണ്ടെന്ന് കഴിഞ്ഞപ്പോൾ അതിനൊരു വലിയൊരു ഗൗരവം കൊടുത്തില്ല. തിരിച്ച് നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോരാനുള്ളൊരു താല്പര്യമൊന്നും ചാച്ചൻ കാണിച്ചില്ല. ഇങ്ങനെയെങ്കിലും ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ പോട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര വളം വെച്ചതുപോലെയായി പോയി. പിന്നെ അവിടെ നിന്ന് ഒരുപാട് ശരിയായതല്ലാത്ത കൂട്ടുകൂടും ബന്ധങ്ങളും മറ്റും ആ കൂട്ടങ്ങൾ വളർന്ന് മദ്യപാനമൊക്കെ തുടങ്ങിയായിരുന്നു. മദ്യപാനം ഇല്ലായിരുന്നു, പക്ഷെ ഞാൻ പരാജയപ്പെട്ടു പോയി. ഞാൻ പല പ്രാവശ്യം മദ്യം അടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് എനിക്കിത് പറ്റുന്നില്ല. ഇതിന്റെ മണം എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. ഞാൻ നല്ല ടീമായിട്ട് ഞങ്ങൾ ബാറിലേക്ക് പോയി. എന്തെങ്കിലുമൊക്കെ പരിപാടി കുറേ പൈസ വന്നു കഴിയുമ്പോൾ ബാറിലേക്ക് പോയി. ഞങ്ങൾ 10-15 പേര് അവിടെ പോയി എല്ലാവരും അടിക്കും. നന്നായിട്ട് അടിച്ച് ആ ബാറിലെ ഒരാളെ ഒരു അടിയും കൂടെ കൊടുക്കാതെ പോരുകയില്ല. അങ്ങനെ ഇവരെല്ലാം അടിക്കുമ്പോൾ എന്ത് ചെയ്തു, ഇതിന്റെ മണം ഈ അടുത്തോട്ട് എടുക്കുമ്പോൾ ഇതിന്റെ മണം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നു വെച്ച് കഴിഞ്ഞാൽ പരാജയപ്പെട്ടു. എനിക്ക് കുടിക്കാൻ പറ്റാതെ ആയിപ്പോയി. ഇവര് കുടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാന് ഇവര് കുടിച്ച് ലഹരി പിടിക്കുന്നത് പോലെ ഞാൻ ഭക്ഷണം കഴിച്ച് ലഹരി പിടിക്കും. എനിക്ക് ഭക്ഷണം കഴിച്ചാൽ ഭയങ്കര ഒരു ലഹരിയായിട്ട് മാറുക. എന്നിട്ട്
ഇവരെന്നെ ഇവരുടെ ലീഡറാക്കി വെച്ചേക്കുക. കാരണം ഞാൻ കുടിക്കുകയില്ലാത്തവൻ, ഇവർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം എന്നുള്ളവരുണ്ട്. അവിടെ അതിൻ്റെ ഒരു നേതാവാക്കി എന്നെ മാറ്റി. അങ്ങനെയാണ് ഫെഡറേഷൻ്റെ നേതാവായിട്ട് ഞാൻ അവിടുന്ന് മാറി വരുന്നത്. ഈ പാർട്ടി നേതൃത്വമൊക്കെ ആയിട്ട് കണക്ഷൻ വന്ന എങ്ങനെ? പാർട്ടി നേതൃത്വം ഇങ്ങനെ ഒരു ഗുണ്ടായുസ അടിസ്ഥാനമായിട്ടൊരു കോൺഗ്രസ് ആണ്. അപ്പോൾ കോൺഗ്രസിനോട് ഭയങ്കര താല്പര്യം ഇഷ്ടവും എനിക്കുണ്ട്. അപ്പോൾ കോൺഗ്രസ് പരാജയപ്പെടുന്ന ഒരിടത്തും കാണാനുള്ള ശേഷിയൊന്നും എനിക്കില്ലായിരുന്നു. അപ്പോൾ കോൺഗ്രസിനെതിരെ വരുന്ന ഏത് കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിക്കണം എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ പണ്ടേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വളർന്ന് ടൗണിലായിരുന്ന സമയത്തും പാർട്ടിക്ക് എവിടെയായാലും എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർ വിളിക്കുകയോ സഹായത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ ചെല്ലാനുള്ളൊരു ഉൾവിളി എനിക്കുണ്ടായിരുന്നു. ഒരു വലിയ താല്പര്യമായിരുന്നു. കാരണം പാർട്ടി നമുക്ക് പറിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു പാർട്ടി അല്ലായിരുന്നു. അത്രത്തോളം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരുന്നു ആ പാർട്ടിയെ. അപ്പം പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ പോയി നല്ല നേതാക്കന്മാരായിട്ട് നല്ല കണക്ഷനാണ്. നല്ല നേതാക്കെന്ന് പറഞ്ഞാൽ ഹൈ ലെവലിലുള്ള നേതാക്കന്മാരുമായിട്ട് ഒരുപാട് നല്ല ബന്ധങ്ങളും എന്തെങ്കിലും ആവശ്യങ്ങൾ സഹായിക്കുന്ന ഒരു നല്ല രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇതിനൊക്കെ ഒരു മാറ്റം വന്ന് തുടങ്ങിയത് എപ്പോഴാണ്? ഏത് കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഏത് പ്രായത്തിലാണ്? ഞാൻ ഈ ടൗണിൽ നിന്ന് നാട്ടിൽ പോകും. ചിലപ്പം തിരിച്ച് നാട്ടിൽ ഈ ടൗണിലാണെന്ന് പറഞ്ഞാൽ ഈ ഗുണ്ടായുസം കൊട്ടേഷൻ പണി ഉണ്ടെങ്കിലും ഞാൻ ചെറിയ ജോലിയും കൂടെ ചെയ്തിരുന്നു. അവിടെ ഞാൻ ചെറിയ പണിയും കൂടെ ചെയ്തിരുന്നു. എന്ത് പണിയായിരുന്നു? ഞാനവിടെ ഈ ഐസ്ക്രീം വണ്ടികൾ ഈ സ്കൂളിൻ്റെ അവിടെയൊക്കെ കൊണ്ടുവച്ചിട്ട് കൊടുക്കുന്ന ഐസ്ക്രീമിൻ്റെ ഉള്ളോ, ഇത് ഒരാളുടെ കൂടെ ചേർന്നിട്ട് ഞാനൊരു വരുമാനത്തിന് വേണ്ടി അതും ഞാൻ ചെയ്തിരുന്നു. ഒരു തൊഴിൽ വേണമായിരുന്നല്ലോ. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിരുന്നു. പിന്നീട് അവിടുന്ന് കുറച്ച് കടപ്പുറത്തേക്ക് ഞാൻ ഇറങ്ങി. കടപ്പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കടലിൽ കൊണ്ടുപോകാൻ എന്നെ പഠിപ്പിച്ചു. അപ്പോൾ സ്വന്തമായിട്ട് ഞാൻ മറ്റേ ചെറിയ തോണിയൊക്കെ തോന്നി ഞാൻ തന്നെ കടലിൽ പോവുകയും മീൻ പിടിക്കുകയും കല്ലുമൊക്കെ പറിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ കടലുമായിട്ട് നല്ലൊരു ബന്ധം എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഇടയ്ക്ക് നാട്ടിൽ വരും. നാട്ടിൽ കുറച്ച് ദിവസം ഞാൻ അങ്ങ് നിൽക്കും. അധികം ദിവസം നിൽക്കില്ല, നാട്ടിൽ കുറച്ച് ദിവസം അങ്ങ് നിൽക്കും. അങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് എന്നെ കരാട്ടെ പഠിപ്പിച്ച ഒരു മാഷ് ഉണ്ടായിരുന്നു. ആ മാഷ് എന്നോട് വന്നിട്ട് പറഞ്ഞു, സിവി എന്നോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് നമുക്കൊരു ചായ കുടിച്ചാലോ എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം മാന്യന്മാരാരും എന്നോട് പകലും മിണ്ടുകയില്ല. കാരണം ഞാൻ ഇങ്ങനെ കുരുത്തക്കേട് കളിച്ച് നടക്കുന്ന ആളായതുകൊണ്ട് ആരും തന്നെ എന്നോട് മിണ്ടരില്ല. ഇടവയിൽ പള്ളിയിൽ പോക്കൊന്നുമില്ലായിരുന്നു. ഇടവേ പള്ളി പോയിരുന്നു. നല്ല പുതിയ ഉടുപ്പ് വീട്ടിൽ നിന്ന് മേടിച്ചു തരുമ്പോൾ ഒരു ദിവസം പള്ളിയിൽ പോകും ഈ ഉടുപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട്. കാരണം അങ്ങനെ ഒരു താല്പര്യം ഉണ്ടല്ലോ. അപ്പൊ ഈ ഉടുപ്പ് കാണിക്കാൻ വേണ്ടി, അല്ലാതെ ഈശോയുടെ താല്പര്യം ഉണ്ടായിട്ടുള്ള ഈ ദൈവോ ഈശോ ഇതൊന്നും എനിക്ക് വിശ്വാസമോ ഇല്ലെങ്കിൽ ഒന്നുമല്ല. ഇതൊന്നും ഒരു വിലയും കൊടുത്തിട്ടില്ല. എനിക്ക് അറിയത്തില്ല. നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഈ ഉടുപ്പ് കാണിക്കാനൊക്കെ എങ്ങോട്ട് പോകുന്നുള്ളവർ. അപ്പൊ ഇദ്ദേഹം എന്നോട് ചോദിച്ച് എന്നോട് വിശേഷം അയാളൊരു ചായയൊക്കെ എനിക്ക് ഹോട്ടലിലേക്ക് കൊണ്ടുപോയി ചായ എല്ലാം മേടിച്ചു തന്നു. എന്നോട് കൂട്ടുകൂടി. ഞാൻ ഓർത്ത് ഇത് എന്തിനു വന്നതായിരിക്കും, പുള്ളിക്കാരൻ എന്തെങ്കിലും വലിയ കൊട്ടേഷൻകാരെ ഏൽപ്പിക്കാൻ വന്നതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ചായ എല്ലാം മേടിച്ച് കുടിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറയാ, ഈ ആഴ്ച നീ ഒരു ധ്യാനത്തിന് പോകാമെന്ന് ചോദിച്ചു. എനിക്ക് ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ധ്യാനത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതാണ്. ഈ മനുഷ്യനോട് ചോദിക്കുക ഒരു ധ്യാനത്തിന് പോകാമെന്ന്. അപ്പം എൻ്റെ ഉള്ളിലൊരു ചിന്ത ഇങ്ങനെ കടന്നു വന്നു. 26 വയസ്സായി, ഒരിടത്തും എനിക്ക് പെണ്ണ് കിട്ടാറ്. ഞാൻ കുറേ പെണ്ണുങ്ങൾ 25ഓളം പെണ്ണുങ്ങളെ നോക്കി. പോയിട്ടുള്ള പെണ്ണുങ്ങൾ എന്നെ ഇഷ്ടമില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നെ കുറിച്ച് അന്വേഷിച്ച് കഴിയുമ്പോൾ പിന്നെ ആ ഭാഗത്തേക്ക് വരുന്നില്ല. അപ്പോൾ അത്യാവശ്യം ഗ്ലാമർ ഉള്ളതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് കണ്ടാലേ ഇഷ്ടപ്പെടും. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അന്വേഷിച്ച് കഴിയുമ്പോൾ പിന്നെ ആ ഭാഗത്തേക്ക് വരികയില്ല. അപ്പം ധ്യാനത്തിന് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 വർഷമൊക്കെ മുമ്പല്ലേ ധ്യാനത്തിന് പറഞ്ഞാൽ അവൻ മാനസാന്തരപ്പെട്ടു എന്നൊരു കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ മറയിൽ വെച്ച് എനിക്ക് പെണ്ണ് കെട്ടുകയും ചെയ്യാം, എന്റെ പണി തുടരുകയും ചെയ്യാം. അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഈശോയെ അറിയാനോ ഈശോയെ ഗ്രഹിക്കുന്ന അങ്ങനെ ഒരു ചിന്ത പോലും മനസ്സിൽ പോലും ഇല്ല. അതായത് ഈ ധ്യാനം കൂടുന്നവരൊക്കെ നല്ലവരാകും എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ മനസ്സിലായി. അതുണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നു. ഒരു 25 വർഷം മുമ്പ് ഒരു ഡിവനിൽ പോയി ഒരു ധ്യാനം കൂടിയിട്ടുണ്ടെങ്കിൽ അവൻ നല്ലവൻ തന്നെയാ. അവന് ഗ്യാരണ്ടി ആയിരുന്നു. ഏത് തല്ലിപ്പൊളിയാണെങ്കിലും അവര് ധ്യാനം കൂടിയാൽ അവൻ അഭിഷേകം നിറഞ്ഞൊരു മാനസാന്തരപ്പെട്ട് പിന്നീട് അവൻ വരുന്ന ചെയ്യുന്ന കാര്യങ്ങള് ഒരിക്കലും ദോഷം പറയാത്ത രീതിയിൽ അവൻ ചെയ്യുന്ന അങ്ങനെയുള്ള ചില അനുഭവങ്ങളൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ കാലയളവില്. കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിവനിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഡിവനിൽ തന്നെ മാനസാന്തരപ്പെട്ട് ശുശ്രൂഷ ചെയ്യുന്നവരുടെ അരവിന്ദാക്ഷനടക്കമുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതേക്കുറിച്ച് ഇതൊക്കെ കേട്ടിട്ടുണ്ടെന്നുള്ളത് ഇതിനൊന്നും ഒരു വില ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ ധ്യാനത്തിന് ഈ ഒരു മറവിൽ വെച്ചിട്ട് ധ്യാനത്തിന് പോവാന്ന് സമ്മതിച്ചെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഞാൻ ഒരാളെ അനുസരിക്കുകയല്ല, ഈ ഒരു മനുഷ്യനെ മാത്രമേ എനിക്ക് അനുസരണയുള്ളൂ. എന്നെ കരാട്ടെ പഠിപ്പിച്ച ഒരു മാഷും കൂടെയാ. അപ്പൊ ഒന്ന് ബഹുമാനിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് മാത്രം ചെയ്തതാ. അപ്പം ഞാൻ പിന്നീട് അറിയുകയാണ്
ഇവരെനിക്ക് വേണ്ടി 1 വർഷമായി മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്. ഇതെന്നെ എനിക്കറിയത്തില്ല. ഇവരൊരു ടീം എൻ്റെ മാനസാന്തരത്തിന് വേണ്ടി, എൻ്റെ മാനസാന്തരത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇപ്പോൾ പങ്കുവെക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഒരുപാട് അലക്കുലത്ത് ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര മറ്റുള്ളവരെ അടിക്കുന്നതും വെട്ടുന്നതും കുത്തുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും കത്തി മലപ്പുറം കത്തിയുണ്ട്, ഇത് അരയിൽ നിന്ന് എടുക്കലേ ഇല്ല. ഞാൻ കിടക്കാൻ നേരത്ത് മാത്രമേ എടുക്കുള്ളൂ, എപ്പോഴും അവിടെ ഇല്ല. ഒന്ന് പറഞ്ഞ രണ്ടിടത്ത് ഞാൻ എടുത്ത് കുത്തും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി മറ്റുള്ളവരെ കുത്തുക കൊല്ലുക. നമുക്ക് സിനിമയിലൊക്കെ നല്ലൊരു സീനുണ്ടല്ലോ അങ്ങനെയൊക്കെ. അപ്പം ഞാനിങ്ങനെ ഒരു പ്രാവശ്യം ഒരു ചീട്ടുകളി സ്ഥലത്ത് നിന്നിട്ട് ഒരു കുഞ്ഞ് 25 രൂപയുടെ ഒരു പ്രശ്നത്തിന് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. ഞാൻ അറിയുന്ന കത്തി ഊരി അവൻ്റെ ചങ്ങനെ കുത്തി ഇറക്കിയിട്ട് ഞാൻ വലിച്ചു ഊരിട്ട് ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കുക ഇങ്ങനെ ഇതുകൊണ്ട് ഒരാളെ കൊന്നല്ലോ ഒരു ഭയങ്കര ഒരു സന്തോഷത്തോടുകൂടി ഞാനിങ്ങനെ അങ്ങനത്തെ ഒരു തലത്തിലേക്കൊക്കെ പോയായിരുന്നു അല്ലേ? അങ്ങനത്തെ ഭയങ്കര അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റം വെട്ടുകയൊന്നുമല്ല, ഒരുപാട് കുറ്റം വെട്ടുകൾ. ഞാൻ 60 കേസ് തന്നെ രജിസ്റ്റർ ചെയ്ത കേസ് ഉണ്ടായിരുന്നു. അതായത് അങ്ങയുടെ പേരിൽ 60 കേസുകള് വിവിധ പോലീസ് സ്റ്റേഷനിലായിട്ട് കേസ് ഉണ്ടായിരുന്നു. അല്ലാത്ത കേസ് കെട്ടുകൾ വേറെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഒരു SP മാറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജില്ലയിൽ വന്നു കഴിഞ്ഞാൽ ലിസ്റ്റിലുണ്ട്. ഞാൻ ആദ്യം നമ്മളെ കാണാൻ വേണ്ടി വരും. പക്ഷെ അങ്ങനെയൊന്നും ഞാൻ അവിടെ പോവുകയല്ല, കാരണം അവരെന്നെ കൊണ്ടുപോകാൻ കുറച്ച് പണിയാണ്. ശരിക്കും പറഞ്ഞാൽ കാപ്പ ചുമത്തി അകത്താക്കേണ്ട ആളായിരുന്നു അന്ന്. ഈ കാപ്പ ഇല്ലായിരുന്നു അല്ലേ? കാപ്പ എന്ന് പറഞ്ഞാൽ കാപ്പ നിയമം ജില്ലയിൽ പ്രവേശിക്കാൻ പറ്റില്ല. അല്ല, എന്നാലും എനിക്ക് ഇച്ചിരി ബാക്ക്ഗ്രൗണ്ട് നല്ല സാധനമൊക്കെ ഉണ്ടായിരുന്നല്ലോ വെച്ച് കഴിഞ്ഞാല്. അപ്പൊ അങ്ങനെ നിരവധി കേസുകൾ ഉണ്ടായിരുന്നു. അപ്പം ഈ ധ്യാനത്തിന് പോകാൻ അദ്ദേഹം ഞാൻ സമ്മതിച്ച് ധ്യാനത്തിന് പോകാൻ വേണ്ടി ബസ്സേ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ബസ്സേ കുറേ പേരുണ്ടായിരുന്നു. ഞാൻ കയറി ഇരുന്നപ്പോഴുണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഇവനെങ്ങോട്ടാ പോകുന്നതെന്ന് ബസ്സിൽ. കാരണം അവർക്കൊന്നും ചിന്തിക്കാൻ പറ്റുകയില്ല ധ്യാനത്തിന് വന്ന്. ഞാൻ ആ സീറ്റിൽ അനങ്ങാതിരുന്നു. ഡിവൈൻ സെൻട്രലിൽ അവിടെ പോയി ഇറങ്ങി അവിടെ ഒരു ഗേളുണ്ട്, കൈ വിരിച്ചു പിടിച്ചിരിക്കുന്ന തമ്പുരാൻ്റെ ഒരു വീട്. അത് കണ്ടത് എനിക്കൊരു ആകർഷണം തോന്നി. പിന്നെ ഞാനതങ്ങ് വിട്ടു. അങ്ങനെ 2 ദിവസം ഞാൻ ഭയങ്കര അലക്കുലത്ത് അവിടെ കാണിച്ചു. എനിക്ക് ഭയങ്കര അസ്വസ്ഥയായിരുന്നു. ഒരു 10-20,000 പേരുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അന്ന് ധ്യാനം കൂടാൻ വേണ്ടിയിട്ട്. ഇവരെല്ലാം ഇങ്ങനെ പ്രാർത്ഥനയുടെ സമയത്ത് ചങ്ക് പൊട്ടി ഹല്ലേലൂയ ഈശോയെ എന്ന് വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് ചിരിയും വന്നിട്ട് ഞാൻ ഈ കൈ ഇങ്ങനെ പുറകോട്ട് കെട്ടും. ഈ കൈ പുറകോട്ട് കെട്ടിയിട്ട് ഇങ്ങനെ എല്ലാവരും വീക്ഷിക്കും. എല്ലാവരും സ്തുതിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഇവരെ വീക്ഷിക്കും. എന്തൊരു ഭ്രാന്തന്മാരാ ഇവർ! ഹല്ലേലൂയ വെക്കുന്നു, കിടന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർക്കൊന്നും വേറെ പണിയില്ലേ? കാരണം എൻ്റെ ഉള്ളിൻ്റെ മുഴുവൻ വേറെ ഉദ്ദേശമായിരുന്നല്ലോ. പക്ഷേ ഞാൻ 2 ദിവസം അങ്ങനെ പോയി. 3-ാമത്തെ ദിവസം പനക്കലച്ചൻ്റെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് പറഞ്ഞ നമുക്ക് എല്ലാവരും മക്കളെ എണീറ്റ് നിൽക്കും, നിങ്ങളുടെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. എന്നാ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ല. 1-ാം ക്ലാസ്സിൽ വേദപാഠത്തിന് കൊണ്ടേയിരുത്തി 3-ാം ക്ലാസ്സിലേക്ക് ചാടി. പിന്നെ ഞാൻ അതുകൊണ്ട് അത് അവസാനിപ്പിച്ചു. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ കാര്യം ഇതൊന്നും എനിക്കറിയില്ല. ആ ദിവസം ഞാൻ എന്ത് ചെയ്തു, എല്ലാവരും ഏറ്റ് സ്തുതിക്കുന്നത് പോലെ ഏറ്റ് നിന്നു. അവർ സ്തുതിച്ചുകൊണ്ടിരുന്നു. ഞാൻ കൈ പുറകോട്ട് കെട്ടി ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും എൻ്റെ പുറകിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് കൈയും അഴിച്ചു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ പുറകിൽ ആരുമില്ല. എൻ്റെ പുറകിലത്തെ കെട്ടങ്ങനെ അഴിച്ചു. കെട്ടഴിച്ച് എൻ്റെ 2 കൈയും എൻ്റെ മുകളിലോട്ട് അങ്ങ് ഉയർത്തി. ഞാൻ താഴോട്ടും ആക്കാൻ പറ്റുന്നില്ല, മാറ്റാനും പറ്റുന്നില്ല. ഞാൻ തനിയെ കടന്നങ്ങ് സ്തുതിക്കാൻ തുടങ്ങി. ഞാൻ സ്തുതിച്ച് എൻ്റെ ഉള്ള ഒച്ച ഈ ലോകം മുഴുവൻ എൻ്റെ ഒച്ച കേൾക്കാന്നുള്ള വിചാരം. അതുപോലെ ഞാൻ അങ്ങ് സ്തുതിക്കാൻ തുടങ്ങി. എൻ്റെ 2 കൈയിലേക്ക് ഒരു ശക്തി അങ്ങ് വന്ന് ഇറങ്ങി എൻ്റെ ഉള്ളംകാൽ വരെ അങ്ങ് ഒഴുകി. ഈ ശക്തി അങ്ങ് കിട്ടിയപ്പോൾ തന്നെ എൻ്റെ ഉള്ളം സന്തോഷം കൊണ്ട് ഞാൻ കുതിക്കാൻ തുടങ്ങി. എന്നൊക്കെ പൊട്ടി കണ്ണീര് ദ്വരതരയായി ഒഴുകാൻ തുടങ്ങി. കാരണം ഞാൻ ഒരു സന്തോഷം കൊണ്ടങ്ങ് നിറയുക. ഞാൻ അവിടെ തമ്പുരാനോട് പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും ഇന്ന് വരെ ഈ ലോകത്ത് ഒരു മനുഷ്യൻ തരാത്തൊരു സന്തോഷമാണ് എൻ്റെ ഹൃദയത്തിലേക്ക് നിറഞ്ഞത്. ദൈവമേ, നീ ഇത്രയും വലിയൊരു സന്തോഷം നൽകുന്ന ഒരു ദൈവമായിരുന്നു ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു കുഞ്ഞു പാവം പോലും നിനക്കെതിരെ ഞാൻ ചെയ്യുകയില്ലായിരുന്നു കർത്താവേ. അതായത് ഇങ്ങനെ സന്തോഷിക്കാൻ മാത്രം വേറെ പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ധ്യാനം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ എനിക്കിനിയും ഞാനൊരു നല്ലവനായിട്ടൊക്കെ നിന്നാൽ പെണ്ണൊക്കെ കിട്ടാം, അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം, കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരു അറിവിന്റെ പുറത്തുണ്ടായ ഒരു സന്തോഷം വല്ലതും ആണോ? അല്ല, ഈ ആ അറിവ് ലക്ഷ്യം മുഴുവൻ അതെ. ഈ 3-ാമത്തെ ദിവസം ഈ എൻ്റെ കൈയുടെ കെട്ടാരോ അഴിച്ച് നോക്കുമ്പോൾ ആരെയും കാണാതെ ഈ സ്വർഗത്തിലേക്ക് ഉയർത്തി നിൽക്കുന്ന കൈ 2 മുകളിലോട്ട് കയറി. ആ നിമിഷം പോലെ എൻ്റെ ചിന്തയും കാഴ്ചപ്പാടെല്ലാം മാറിപ്പോയി. ഈ ഒരു ശക്തി വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പോലും ഇന്ന് വരെ ലഭിക്കാത്ത ഒരു സന്തോഷം കൊണ്ട് ഞാൻ കത്തി ജ്വലിച്ച് കഴിഞ്ഞപ്പോ ഈ സ്നേഹം ശരിക്കും അതെങ്ങനെ അത് ഫീൽ ചെയ്ത് ഞാൻ വാക്കുകൾ കൊണ്ട് നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല, പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഈ ദൈവത്തിന്റെ സ്നേഹം ഇത് ഒരു മനുഷ്യൻ അനുഭവിച്ചാൽ മാത്രം അറിയത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് വരെ എൻ്റെ 26-ാമത്തെ വയസ്സ് വരെ ഞാൻ ജീവിച്ചിട്ട് ഇന്ന് വരെ
ഞാൻ ഒരുപാട് സമ്പത്ത് പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഈ സമ്പത്ത് കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുന്നുള്ളൂ സ്വാഭാവികമായിട്ട്. അതിനൊക്കെ എത്രയോ 100 മടങ്ങ് അപ്പുറമാണ് ഈ അനുഭവം കൊണ്ട് ഞാൻ അങ്ങോട്ട് കത്തി ജ്വലിക്കാൻ തുടങ്ങിയത്. ഈ ഒരു അനുഭവം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ അവിടുന്ന് മാറി മറിഞ്ഞെന്നുള്ളതാ വെച്ച് കഴിഞ്ഞാല്. ഞാൻ അവിടുന്ന് മാറി മറിഞ്ഞു. അങ്ങനെയാണ് ഞാൻ എൻ്റെ കണ്ണിൽ നിന്ന്, സാറിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരികയല്ല വെച്ച് കഴിഞ്ഞാല്, മറ്റുള്ള അടിക്കാനും മടിയില്ലാത്ത ഒരാളുണ്ട്, ഒരു കണ്ണീരും വരും. പക്ഷെ ഇവിടുന്ന് ഞാൻ തനിയെ എൻ്റെ കണ്ണീന്ന് കരഞ്ഞു. കരഞ്ഞറിയോ, ഈ സ്നേഹം ഉള്ളിൽ നിറഞ്ഞിട്ടാണ് ഞാൻ കരയുന്നത്. തമ്പുരാനെ, നീ ഇത്രയും വലിയ സ്നേഹമാണല്ലോ ദൈവമേ എന്ന് പറഞ്ഞ്, നിനക്കെതിരാണല്ലോ ഞാൻ പാപം ചെയ്ത് ജീവിച്ചെന്നുള്ള ഒരു വേദനയായിരുന്നു എൻ്റെ ഉള്ളിൽ ഉള്ളത്. ഞാൻ അവിടുന്ന് തന്നെ തീരുമാനമെടുത്തു, ദൈവമേ, ഇനി ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടി മാത്രമായിരിക്കും ജീവിക്കുന്നത്. ഞാൻ അവിടുന്ന് തന്നെ തീരുമാനമെടുക്കുക ചെയ്തത്. അത്രമാത്രം ഭയങ്കരമായ ഒരു, ഭയങ്കരം എന്നുള്ള വാക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, എങ്കിൽ പോലും നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ളിൽ വന്നു. എനിക്കത് പറയാൻ പറ്റില്ല ബ്രദറെ. പക്ഷേ ആ അനുഭവം ഞാൻ ഇപ്പോഴും എൻ്റെ ഈ 25 വർഷം കഴിഞ്ഞിട്ടുള്ള 96 ഈ 27 വർഷം ആത്മീയത്തിൽ പല പ്രാവശ്യം ഈ അനുഭവം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചില സമയത്ത് ദീപികാരുടെ സാന്നിധ്യത്തിൽ പോയി ഇരിക്കുമ്പോൾ അതേ അനുഭവത്തിൽ ഞാൻ നിറയുന്ന കണ്ടിട്ട്, ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കും ഒരേ സമയം, കുറേ സമയം ഈ ഒരു സന്തോഷം അനുഭവിച്ച് കഴിയുമ്പോൾ അവിടെ ഞാൻ ചിലപ്പോൾ ഒരുപാട് സമയം ചെലവഴിക്കും. കാരണം അവിടുന്ന് ഏറ്റുപോകാൻ തോന്നുകയില്ല ഈ തമ്പുരാൻ സന്നിധി. അന്നുണ്ടായ അതേ അനുഭവത്തിലൂടെ ഞാൻ പല പ്രാവശ്യം ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഈ യാത്രയിൽ. പക്ഷെ ഞാൻ അവിടുന്ന് ഡിവനിൽ നിന്ന് ധ്യാനം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഞാൻ തിരിച്ചു പോരുമ്പോൾ അന്ന് ശരിക്കും നമ്മുടെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു, നമ്മളൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറി. അവിടുന്നാണ് പിന്നീടുള്ള യാത്ര മുഴുവൻ, ജീവിതത്തിന്റെ 2ാം ഘട്ടം അല്ലേ. അപ്പൊ ധ്യാനം കഴിഞ്ഞ് പോരുമ്പോൾ ഞങ്ങൾ കുറ്റിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും ബസ് നിർത്തി ഇറങ്ങി. ഞാനൊരു പൊറോട്ട മേടിച്ച് ഇച്ചിരി മുറിച്ച് വായിലേക്ക് വെക്കാൻ നേരത്തെ എനിക്കൊരു ചിന്ത വരിക, ഈ ഒരു കർത്താവിനെ, ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു കർത്താവിനെ എനിക്ക് പ്രഘോഷിക്കണം, മറ്റുള്ളവരോട് അറിയിക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്നോട് അന്ന് ആരെങ്കിലുമൊക്കെ, മോനെ നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട് എന്ന്, അന്ന് കർസ്മാറ്റിക്കാരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ മോനെ നിന്നെ ദൈവം സ്നേഹിക്കുന്നു ആരും എന്നോട് പറഞ്ഞിട്ടില്ല. ഒരു സിസ്റ്റർമാരോ ഒരച്ഛന്മാരോ ഒരു കർസ്മാറ്റിക്കാരനോ പറഞ്ഞിട്ടില്ല. പക്ഷെ ആരെങ്കിലും പറഞ്ഞായിരുന്നു കഴിഞ്ഞെങ്കിൽ ഞാൻ ഓർക്കുക, ഞാൻ ഈ വഴിക്കൊന്നും പോവുകയില്ലായിരുന്നെന്ന്. അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനമെടുത്തു. പലരും നശിച്ചു പോകുന്നതും തകർന്നു പോകുന്നതും ഈ സ്നേഹമുള്ള ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയാഞ്ഞിട്ടാണ്. ദൈവത്തിന് ചില പ്ലാനുകളും പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങേ ദൈവം ഇങ്ങനെ ഈ അനുഭവത്തിലൂടെ നയിച്ചു. തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് ഈ വചനം പ്രഘോഷിക്കാനോ എൻ്റെ ജീവിതത്തിൽ മൈക്കിന്റെ മുമ്പിൽ ഞാൻ നിന്നിട്ടില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ 100 പേരുടെ മുമ്പിൽ നിന്ന് വേണം ഒരു തല്ല് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ല് കൊടുക്കും, അതിനുള്ളൊരു ഇതുണ്ട്. പക്ഷേ മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനോ മനുഷ്യന് മുമ്പ് നിന്നൊരു ചരിത്രം പോലെ എൻ്റെ ജീവിതത്തിൽ ഇല്ല, അങ്ങനെ ഒരു സാഹചര്യം പോലും ഉണ്ടായില്ല. പക്ഷെ ഞാനവിടെ പൊറോട്ട അവിടെ വെച്ചിട്ട് ഈ സ്നേഹിക്കുന്ന കർത്താവിനെ എനിക്ക് പ്രഘോഷിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ റോഡ് സൈഡിലേക്ക് പോയി. റോഡ് സൈഡിലേക്ക് ടാർഗറ്റ് റോഡാ, മലപ്പുറം കുറ്റിപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ റോഡാ. ഞാൻ അവിടെ നോക്കുമ്പോൾ ആരുമില്ല. പക്ഷെ റോഡ് സൈഡിൽ ചെന്ന് ഞാൻ പറഞ്ഞു, ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ രക്ഷയ്ക്കായ ഒരേ ഒരു നാഥനുള്ളത് കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് ഞാൻ എൻ്റെ ഉള്ള ഒച്ചയിൽ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ആ വഴി സൈഡ്, വചനമൊന്നും അറിഞ്ഞില്ല, വചനമൊന്നും എനിക്കറിയില്ല, തന്നെ വന്ന് ഞാൻ തന്നെ പറഞ്ഞു. 5-6 മാപ്പിളമാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പബ്ലിക്കിൽ നിന്ന് 5-6 മുസ്ലിംസിന്റെ സെന്റർ ആണല്ലോ. ഒരു നാണോ ഭയം ഒന്നും തോന്നിയില്ല, ഒരു നാണോ ഒരു ഭയം തോന്നിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു എനർജി കിട്ടിയ, ഒരു ധൈര്യം കിട്ടിയ, കർത്താവിനെ പറയണമെന്ന്. പക്ഷെ ഞാൻ ഇത് അറിയാവുന്ന രീതി കുറച്ച് സമയം അവിടെ നിന്ന് പറഞ്ഞു, എന്നെ ബാക്കിയുള്ളവർ കൂട്ടി ബസ്സിന് കൊണ്ട്. അപ്പൊ ആരെങ്കിലും ഏതെങ്കിലും രീതി പ്രതികരിച്ചോ? ആരൊന്നും മിണ്ടുന്നില്ല എന്നോട്. പക്ഷെ എനിക്കെന്തോ ഭയങ്കര അനുഭവം കിട്ടിയെന്ന് ബസ്സിലുള്ള എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ അവിടെ നിന്നും കാണിച്ചു കൂട്ടിയല്ലോ. ഞാൻ അപ്പൊ വലിയ അനുഭവം കിട്ടിയത് ഉള്ളത്. ആരും ഒന്നും അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. ആ സമയത്ത് പറഞ്ഞായിരുന്നു, മോനെ ഇത് പരിശുദ്ധാത്മാവ് വന്നതാണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല, പരിശുദ്ധാത്മാവെന്നും അറിയത്തില്ല. ചാനൽ പോയെന്നോ തോന്നിയായിരുന്നു. അല്ല, പക്ഷെ ചിലർക്കെങ്കിലും അങ്ങനെ ബസ്സിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുപോലെ ഇങ്ങോട്ട് തോന്നി, ഇവനെന്തോ പറ്റി പോയോ എന്നുള്ളൊരു ചിന്ത കടന്നു. പക്ഷെ ഞാൻ നല്ല സുബോധമുള്ളവനാ, എനിക്ക് ഒന്നുമില്ല. പക്ഷെ ഇതുപോലെ സ്നേഹിച്ച് എൻ്റെ കർത്താവിനെ പ്രഘോഷിക്കുന്നതിൽ ഒരു അഭിമാനമായിട്ട്, ഒരു അപമാനമായിട്ട്, ഒരു സങ്കടമായിട്ട് അല്ല എനിക്ക് തോന്നിയത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുമായിരുന്നു. ഏതായാലും കൂടെ ഉള്ളവരെ പിടിച്ചുകൊണ്ടുപോയി ബസ്സെ കൊണ്ടിരുത്തി. അങ്ങനെ പിടിച്ചില്ല, ചെറുതായിട്ടൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ബസ്സെ കൊണ്ടിരുത്തി. പിന്നെ ഞാൻ എൻ്റെ നാട്ടിൽ ചെന്നിട്ട് നല്ല തീരുമാനം എടുത്തു. വീട്ടിലോട്ട് കടന്നു ചെന്നപ്പോഴത്തെ അവസ്ഥ എന്തായിരുന്നു? വീട്ടിലോട്ട് കടന്നു കഴിഞ്ഞപ്പം
ഈ ധ്യാനം കൂടിയ അനുഭവം ഒന്നും അവർക്കൊന്നും അറിയത്തില്ല. പക്ഷെ വരുന്ന നാളുകളിൽ ധ്യാനത്തിന് പോയെന്ന് അറിഞ്ഞായിരുന്നോ? എന്തോ വീട്ടുകാർ അറിഞ്ഞായിരുന്നു ധ്യാനത്തിന് ശരിക്കും പോയേക്കുവാന്ന്? പറഞ്ഞാൽ അവര് അറിഞ്ഞില്ലെന്നുള്ളതാ എന്റെ വിചാരം. അതേക്കുറിച്ച് എനിക്ക് നല്ലൊരു കൃത്യ കിട്ടുന്നില്ല. ഞാൻ അങ്ങനെ വീട്ടിൽ പറഞ്ഞിട്ടൊരു കാര്യം ചെയ്യലും പോകലൊന്നും ഇല്ലല്ലോ. അപ്പൊ എന്റെ ഇഷ്ടത്തിന് പോകുന്നു, ആരും ചോദിക്കാനില്ല, പറയാനില്ല, നിയന്ത്രിക്കാൻ ഒരാഴ്ച രണ്ടാഴ്ച കണ്ടില്ലേലും അന്വേഷിക്കുക, അതൊന്നും ഇല്ലല്ലോ. കാര്യമില്ലെന്നറിയാം. ഞാൻ അങ്ങനെ അങ്ങ് പോവുള്ളൂ. അപ്പൊ പിന്നീട് എന്റെ മാറ്റം കണ്ടു. ഇടവക ജനങ്ങൾ പറയാൻ തുടങ്ങി, ഇവൻ ധ്യാനത്തിന് പോയിട്ട് വന്നെന്ന് മൊത്തത്തിൽ എല്ലായിടത്തും ആയി. അപ്പൊ തലശ്ശേരിക്ക് പോക്ക് വേണ്ടെന്ന് വെച്ചോ? പിന്നെ തലശ്ശേരി അവിടെ തന്നെ ഞാൻ അവസാനിപ്പിച്ചു. തലശ്ശേരി ടൗണുമായിട്ടുള്ള ബന്ധങ്ങൾ അവിടെ വെച്ച് ഞാൻ അവസാനിപ്പിച്ചു. ഇനിയിപ്പം എൻ്റെ റൂട്ട് അതല്ലല്ലോ. ഞാൻ എൻ്റെ മുഴുവൻ കൂട്ടുകാരെ ആ നിമിഷം തന്നെ പോയിട്ടൊന്നുമല്ല, അവിടെ നിന്ന് അവസാനിപ്പിച്ചു. പിന്നീട് എന്ത് ചെയ്യുന്ന പറയുക, ഇവരെന്നെ കാണാത്തത് കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. ഇവർ വെച്ച് കഴിഞ്ഞാല് വീട്ടിലേക്ക് വരുന്നവരോട് ഞാൻ സുവിശേഷം പറയാൻ തുടങ്ങി. അവിടെയും ഒറ്റ ക്രിസ്ത്യാനി അതിനകത്ത് ഒരു വീട്ടിലേക്ക് വന്നതിൽ ക്രിസ്ത്യാനി ഇല്ല, എല്ലാവരും ഈ ഹിന്ദുക്കൾ മുസ്ലിംസ് ഒക്കെയാ. ഞാൻ എല്ലാവരോടും സുവിശേഷം പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞാൽ പിന്നെ അവരാരും എന്റെ വീട്ടിലേക്ക് വരലുമില്ല, അറിയില്ല. അപ്പം അതോടുകൂടി ആ ബന്ധം അവിടുന്ന് അവസാനിച്ചു. പിന്നീട് അവർക്ക് മനസ്സിലായി ഇത് പിടിപെട്ട കേസാണ്. ആളുകൾ പറയാൻ തുടങ്ങി, ഓ ഇത് ധ്യാനങ്കോട് ഇവനോ ഒരാഴ്ച കൂടുതൽ നിൽക്കിയാലാന്ന് പറഞ്ഞു. അങ്ങനെയുള്ള അനുഭവങ്ങൾ ധാരാളം ഒരുപാട് പേര് പറഞ്ഞു. കടയിലൊക്കെ ഇരിക്കുന്നവർ ഞാൻ പോകുമ്പോ ഇങ്ങനെ വീഴ്ചോണ്ടിരിക്കുക. ഇവര് കഴിഞ്ഞാല് ഇവൻ എന്നാ ചെയ്യുന്നു ഇവന്റെ വരുത്ത പരിപാടി എല്ലാം. നാട്ടിലൊരു ഒരു വാർത്താ പ്രാധാന്യം നമുക്ക് ലഭിച്ചു. അത് മാത്രമല്ല, ഞാന് ടൗണിൽ കൂടെ പോകുമ്പോൾ എന്നെ കണ്ടിട്ട് എണീറ്റ് നിൽക്കുമായിരുന്നു ആൾക്കാര്. അത്രയും വലിയ വ്യത്യാസം വന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കി. പോലീസ് അടക്കം എന്നെ കണ്ടിട്ട് എത്തുന്നുണ്ട്. കാരണം പോലീസിനോടൊക്കെ ഒത്തിരി അടിയടിച്ചിട്ടുണ്ട്. എന്നെ ഏതൊക്കെ പോലീസ് ധരിക്കാൻ പറയുമ്പോൾ ഞാൻ പിന്നെ ആ പബ്ലിക്കായിട്ട് പോലീസിനിട്ട് തിരിച്ചടിക്കുന്നതുകൊണ്ട് പോലീസ് തന്നെ അങ്ങനെ അന്വേഷിച്ച് വരികയല്ലായിരുന്നു വെച്ച് കഴിഞ്ഞാൽ. അവർക്ക് എന്നെ പേടിയാണ്. കാരണം എൻ്റെ രീതി അതങ്ങനെയല്ലേ. അതുകൊണ്ട് പോലീസൊന്നും എൻ്റെ കാര്യത്തിൽ ഒത്തിരി ശ്രദ്ധിക്കുകയില്ലായിരുന്നു. അപ്പം ഇവര് ഇങ്ങനെ പറയാൻ തുടങ്ങി, ഇതൊരാഴ്ച അതിൽ കൂടുതലൊന്നും നിൽക്കിയാല. ഒരാഴ്ച കഴിഞ്ഞ് ഒരു മാസം അങ്ങോട്ട് പോയി. പിന്നീട് ഇവര് മാറ്റി പറഞ്ഞു, ഇവനെന്തോ ഒന്ന് കിട്ടിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല്. അങ്ങനെ പിന്നെ എന്നെ പ്രാർത്ഥന കൂട്ടായ്മക്കാര് കൂടി വിളിച്ച് കൂട്ടി പള്ളി പോകാൻ ചെയ്യാൻ ഈ ഒരു അനുഭവം കിട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് പള്ളി പോയിരിക്കാൻ പറ്റിയല്ല. ഈ ഒരു അനുഭവം വെച്ച് ഞാന് സാറിന് 6:45 കുർബാന. ഞാൻ ഈ പള്ളി പോകാനുള്ള കൊതി കൊണ്ട് എൻ്റെ വീട്ടിൽ നിന്നൊരു 2 കിലോമീറ്റർ ഉണ്ട് പള്ളിയിലേക്ക്. റോഡൊന്നുമല്ല, ഇടവഴിയാ. ഞാനിങ്ങനെ തിരിയും കത്തിച്ച് 4 മണിക്കൊക്കെ എഴുന്നേറ്റ് വരും. ഞാൻ എന്നിട്ട് പള്ളീൻ്റെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. പള്ളി തുറക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കയറി പ്രാർത്ഥിച്ച് ഒന്ന് ബലിയർപ്പിച്ച് ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി എനിക്ക് കൊതിയായി മാറി. അപ്പൊ ഈ ഇത്തരം ചില സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങളൊക്കെ കണ്ടപ്പോഴേ വീട്ടിലെ അപ്പനും അമ്മയും മറ്റു സഹോദരങ്ങളൊക്കെ എന്ത് പറഞ്ഞു? അവരുടെ സന്തോഷം ചെറുതാണോ? അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു. പ്രത്യേകിച്ചും എൻ്റെ ചാച്ചൻ എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഒരു നിഷ്കളങ്കരമായ ഒരു ചാച്ചനായിരുന്നു. അപ്പം ഞാനൊക്കെ ഒരു മാറി വന്നപ്പോഴത്തേന് ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഒക്കെ, എന്നാലും ഒരു അകൽച്ചയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ ധ്യാനമെല്ലാം കൂടി നാട്ടിൽ വന്നിട്ട് ഞാൻ ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സങ്കടം. എനിക്ക് ഇവരോടെല്ലാം എനിക്ക് ക്ഷമ ചോദിക്കണം കർത്താവേ. ഞാൻ ആരെയൊക്കെ വേദനിപ്പിച്ചിട്ടോ അവരോട് മുഴുവൻ എനിക്ക് ക്ഷമ ചോദിക്കാനുള്ള കൃപ എനിക്ക് തരണമെന്ന് ഞാൻ തമ്പുരാനോട് നിരന്തരം പ്രാർത്ഥിക്കായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ എനിക്ക് അതിനുള്ള കൃപയങ്ങ് തരിക. ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തവരോടെല്ലാം ഓടിപ്പോയിട്ട് ക്ഷമ ചോദിക്കാൻ തുടങ്ങി. എല്ലാവരും ക്ഷമ ചോദിക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയം കത്തി ഇങ്ങ് ജ്വലിക്കുക, സന്തോഷം കൊണ്ട് നിറയുക. ഓരോരുത്തരും തെറ്റ് ചെയ്തവരോടും ക്ഷമ ചോദിക്കുമ്പോൾ അവരുടെ മനസ്സ് നിറയുന്നു, എനിക്കുണ്ടാകുന്നൊരു സന്തോഷം. പക്ഷെ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിച്ച് കടന്നു പോകുമ്പോഴും എൻ്റെ അപ്പനും അമ്മനെ ഒരുപാട് ഞാൻ വേദനിപ്പിച്ച. എൻ്റെ സ്ഥലം 2 പ്രാവശ്യമായിട്ട് ബലമായിട്ട് ഞാൻ മേടിച്ച് ഞാൻ ചീട്ട് കളിച്ച് ഞാൻ തീർത്തതാണ്. എൻ്റെ അപ്പനും അമ്മയോട് എനിക്ക് ക്ഷമ ചോദിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്തു? ഞാൻ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ ഈശോയെ, എനിക്ക് എൻ്റെ അപ്പനും അമ്മയോട് ക്ഷമ ചോദിക്കണം. എനിക്കൊരു കള്ളത്തരം ഒരു ക്രിസ്ത്യാനിയായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുകയില്ല. ഈ ശുശ്രൂഷയുടെ കള്ളത്തര ശുശ്രൂഷയായിട്ട് എനിക്ക് ചെയ്യാനും പറ്റുകയില്ല. എൻ്റെ അപ്പനെ അമ്മനെ ഇത്രയും വേദനിപ്പിച്ചിട്ട് ഞാൻ അവരോട് എനിക്ക് ക്ഷമ ചോദിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ക്ഷമ ചോദിക്കണം അവരോട് കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ മുറിയിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഞാൻ ഇങ്ങനെ ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ആ മുറി ഇരിക്കുന്ന മുഴുവൻ ഒരു പ്രകാശം കൊണ്ടങ്ങ് നിറഞ്ഞു. എനിക്ക് ഭയങ്കര ശക്തി കിട്ടി. ഞാൻ ചാടി എണീറ്റ് ചാച്ചൻ്റെ അമ്മേൻ്റെ റൂമിലേക്ക് പോകാൻ വേണ്ടി എൻ്റെ വാതിലിന് കാലെടുത്ത് വെച്ച സമയത്ത് എൻ്റെ വീടിൻ്റെ ഓടിൻ്റെ പുറത്ത് പടപടാ വെച്ച എൻ്റെ ശക്തിയെല്ലാം ചോർന്നു. എനിക്ക് ക്ഷമ ചോദിക്കാനും പറ്റിയില്ല. ഇത് സങ്കടമായി. ഞാൻ വീണ്ടും അവിടെ തന്നെ പോയി. എൻ്റെ ശ്രദ്ധ തിരിച്ചു വിട്ടു. എന്താ വെച്ച് കഴിഞ്ഞാല് ചാച്ചൻ്റെ അമ്മനെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കാൻ പോകുന്ന സമയത്താണ് ഈ ഓടിന് മുകളിൽ പടപട ഒച്ച. എന്താ ഒച്ചയാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എൻ്റെ ശക്തിയെല്ലാം പോയി. എനിക്ക് സാധിച്ചില്ല അത്. ഞാൻ വീണ്ടും അവിടെ തന്നെ പോയിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ആ ശക്തി എനിക്ക് വീണ്ടും തരട്ടെ. എൻ്റെ അപ്പനും അമ്മയോട് എനിക്ക് ക്ഷമ ചോദിക്കണം ഈശോയെ എന്ന് പറഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ആ പ്രകാശം വീണ്ടും എന്നെ മുറി അങ്ങ് നിറഞ്ഞു. ഞാൻ ഓടിപ്പോയി അമ്മേൻ്റെ ചാച്ചനെ കാല് പിടിച്ച് ഞാൻ ക്ഷമ ചോദിച്ചു. ക്ഷമിക്കണമെന്ന് പറഞ്ഞു.
എന്റെ ദൈവമേ, ആ സമയത്തുണ്ടായ ഒരു സന്തോഷം എന്ന് പറയാം ബ്രദറെ, ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു സന്തോഷമല്ല. എന്റെ അപ്പന്റെ അമ്മ എന്നെ കാല് പിടിച്ച് ക്ഷമ ചോദിച്ചു. വലിയൊരു സ്വാതന്ത്ര്യം. പിറ്റേ ദിവസം രാവിലെയൊക്കെ പല്ല് തേച്ചത് തുള്ളിച്ചാണ് കിടന്ന പല്ല് തേച്ചത്. അവരോട് ക്ഷമ ചോദിച്ചല്ലോ. അങ്ങനെ തെറ്റ് ചെയ്തവരോടെല്ലാം ഊട്ടി നടന്ന് ഞാൻ കുത്തി മുറിച്ചവനെയൊക്കെ എല്ലാവരോടും കൂടെ ഒന്ന് ക്ഷമ ചോദിച്ച് അങ്ങോട്ട് കടന്നു പോവുകയാണ് ചെയ്തത്. അപ്പം ഒരുപാട് പേരോട് ഇതേപോലെ ഓടി നടന്ന് ക്ഷമ ചോദിക്കേണ്ടി വന്ന് കാണുമല്ലോ. ഒരുപാട് പേരോട് കണ്ടുമുട്ടിയ ഒരാളെ പോലും ഒഴിവാക്കിയില്ല. ആരെങ്കിലും ഇത് ഇവന്റെ പുതിയ നമ്പർ ആണെന്ന് വല്ലതും പറഞ്ഞോ? ഒരാളും പറഞ്ഞില്ല. ഒരു പാർട്ടിക്കാരും ഒന്നും പറഞ്ഞില്ല. ആരും പറഞ്ഞില്ല. എന്റെ മാറ്റം അങ്ങനെയാണ്. പിന്നെ പാർട്ടിയല്ല, പിന്നെ എന്റെ ക്രിസ്തുവിനെ പ്രഘോഷിക്കണമെന്നുള്ള ഒരു പാർട്ടിയേ ഉള്ളൂ. ക്രിസ്തുവിന്റെ പാർട്ടി ഒരു പാർട്ടി എനിക്ക് ഒരു നേതാവേ ഉള്ളൂ. വേറെ ഒന്നും എനിക്ക് ചിന്തയില്ല. എനിക്ക് എന്റെ കർത്താവിനെ പ്രസംഗിക്കണം, എന്റെ കർത്താവിനെ കൊടുക്കണം. കാരണം കർത്താവിനെ കേട്ടുകൊണ്ടാണല്ലോ ഞാൻ ഈ അനുഭവം എനിക്ക് കിട്ടിയത്. കർത്താവിനെ കേൾക്കാത്ത എത്രയോ മക്കൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. അവരെല്ലാം ഈശോയെ അറിയിക്കണം എന്നുള്ള ഒരു ഒറ്റ ചിന്തയല്ലാതെ വേറെ ഒരു ചിന്ത എനിക്കില്ലായിരുന്നു. പിന്നെ ഓരോരുത്തർ എന്നെ വീടുകളിൽ വിളിക്കും, സിബി എൻ്റെ വീട്ടിലൊന്ന് വാ, ഒന്ന് വന്ന് നീ ഒന്ന് പ്രാർത്ഥിച്ചെന്നൊക്കെ. കാരണം ഒരു വീട്ടിലേക്ക് പോലും വിളിക്കാത്ത മനുഷ്യര് എൻ്റെ ഈ മാറ്റം കണ്ടിട്ട് പറയാ വീട്ടിലേക്ക് വിളിക്കുക. എന്നിട്ട് അതായത് പണ്ട് നമ്മളെ കണ്ടുകൊണ്ടിരുന്നപ്പോ കണ്ടാൽ വഴിമാറി പോകുമായിരുന്നവര്, പേടിച്ചു വഴിമാറുന്നവര്, ഇവനെ ഒരു വെറുക്കപ്പെട്ട വ്യക്തിയെ പോലെ നോക്കിക്കണ്ടിരുന്നവര് ഇപ്പൊ സ്നേഹത്തോടെ വീട്ടിലോട്ട് വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുക. തീർച്ചയായിട്ടും. അപ്പൊ ഈ അനുഭവത്തിന് ശേഷം ഇപ്പൊ 10-26 വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടല്ലോ. ഈ 10-26 വർഷങ്ങളിൽ കർത്താവ് നടത്തിയ അനേകം അനുഭവങ്ങൾ അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ. ഒത്തിരി സന്തോഷവും സമാധാനവും ഒപ്പം തന്നെ കുറെ സങ്കടങ്ങളും വേദനകളും ഒക്കെ നിറഞ്ഞ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത്തരം അനുഭവങ്ങൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പങ്കുവയ്ക്കാം. അതുവരെ കർത്താവ് എല്ലാവരെയും തൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ.